ഇന്ത്യയിൽ 6 മാസം ഒരു പൂന്തോട്ടമായി മാറുന്ന ഒരു താഴ്വരയുണ്ട്. പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ചെറിയൊരു പൂന്തോട്ടം. യുനെസ്കോയുടെ ലോക ബയോസ്ഫിയർ റിസർവ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഉത്തരാഖണ്ഡിൽ ഹിമാലയൻ റീജിയനിൽ പെടുന്ന ഒരു താഴ്വരയാണിത്. ആ താഴ്വരയിലേക്കുള്ള യാത്രയാണിത്. അതുമാത്രമല്ല, വർഷത്തിൽ 6 മാസം മാത്രമേ സഞ്ചാരികൾക്ക് ഈ താഴ്വരയിലേക്ക് ട്രക്കിംഗ് അനുവദിക്കുള്ളൂ. ബ്യൂട്ടിഫുൾ വാലിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഹരിദ്വാറിൽ നിന്നാണ്. ഹരിദ്വാറിൽ ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 400 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. രാവിലെ 4:30 എടുക്കുന്ന ബസ് വൈകുന്നേരം 6:30 ആകുമ്പോഴത്തേക്കും ഗോവിന്ദ്ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. അതായത് ഹരിദ്വാറിൽ നിന്ന് ബദ്രിനാഥിലേക്ക് പോകുന്ന ലോക്കൽ സർവീസസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. രാവിലത്തെ ഈ ബസ് ബുക്ക് ചെയ്യണമെങ്കിൽ രാവിലെ 400 രൂപ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യണം. രാവിലെയല്ല, തലേ ദിവസം ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നുന്നത്. ബസ് ബുക്ക് ചെയ്യുന്നില്ല എങ്കിൽ 4-5 പേര് ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ 5 പേർക്ക് പോകാൻ പറ്റുന്ന ടാറ്റാ സുമോയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ക്യാബൊക്കെ ഇവിടുന്ന് കിട്ടും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ക്യാബുകൾ ഇവിടുന്ന് ധാരാളം ഓടുന്നുണ്ട്. ഒന്ന് ബാർഗെയിൻ ചെയ്തെടുത്താൽ നമുക്ക് 4000 രൂപ മുതൽ നമുക്ക് ഇവിടുന്ന് ക്യാബ് വിളിച്ച് കിട്ടും. ക്യാബ് ആ റേറ്റൊക്കെ വരുന്നുള്ളൂ. പിന്നെ ബസ്സിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഒരേ ഇരിപ്പ് നമ്മൾ ഇരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി നമുക്ക് തോന്നിയേക്കാം. ആറേഴ് മണിക്കൂർ നീളുന്നൊരു യാത്രയാണ് ഹരിദ്വാറിൽ നിന്ന് ഗോവിന്ദ്ഘട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. വലിയ മലയും അതിനിടയിൽ താഴ്വാരങ്ങളും പച്ചപ്പും കോടമഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അതുമാത്രമല്ല, ഒരു അഡ്വഞ്ചർ ട്രിപ്പ് കൂടി നമുക്കിതിൽ ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡിങ്ങിൽ ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനമാണ്. നമുക്കറിയാം, ഇതിനു മുന്നേ കുറച്ച് നാൾ മുന്നേ ജോഷിമഠിലേക്ക് ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ വന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ ഏത് സമയം ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന മലകൾക്കിടയിലൂടെയാണ് നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ളതും വളരെ പേടിപ്പെടുത്തുന്നതും വളരെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. പിന്നെ ഏറ്റവും ഭംഗി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന വഴിക്ക് ഏത് നിമിഷവും നമുക്കൊരു ബ്ലോക്ക് കിട്ടാം. അതുകൊണ്ടാണ് 6-7 മണിക്കൂർ യാത്ര നമ്മൾ രാവിലെ 4:30 തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴേക്കൊക്കെ നമ്മളവിടെ എത്തുള്ളൂ. രാവിലെ 4:30 കയറിയ യാത്രയിൽ ഞങ്ങളിവിടെ വൈകുന്നേരം ഗോവിന്ദ്ഘട്ടിൽ വന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഏകദേശം 6:30-7 മണി സമയമായിരുന്നു. ഇനി ഞങ്ങൾക്ക് നോക്കേണ്ടത് ഇവിടെ താമസിക്കാനുള്ള സ്ഥലം നോക്കണം. നമ്മൾ ഇങ്ങോട്ടുള്ള യാത്ര ചെയ്ത്, അതായത് വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രെക്കിന് യാത്ര ചെയ്ത് വരുന്ന ആളുകൾ ആദ്യം എത്തുന്ന സ്ഥലം, ആദ്യം ഇറങ്ങേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഗോവിന്ദ്ഘട്ട്, അതായത് ബദ്രിനാഥിലേക്ക് പോകുന്ന വഴിക്ക് ഗോവിന്ദ്ഘട്ട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ്. ചെറിയൊരു ടൗണാണ്. ചുറ്റും ഈ കാണുന്ന യമണ്ടൻ മലകളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം. വൈകുന്നേരം കൂടെ ആയിക്കഴിഞ്ഞാൽ തണുപ്പ് കൂടുതൽ വരും. ആ തണുപ്പും ഈ ഒരു കാലാവസ്ഥയ്ക്കായിട്ട് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന സ്ഥലമാണ്. വാലി ഓഫ് ഫ്ലവേഴ്സിലെ ട്രക്ക് തുടങ്ങുന്നത് ഗാംഗ്രയിൽ നിന്നാണ്. ഈ ഗാംഗ്രയിൽ നിന്ന് ഇനി പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് പൂൽന എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. ഈ പൂൽനയിലേക്ക് ഇവിടുന്ന് ടാക്സി സർവീസസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ക്യാബ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. ഇനി അതല്ല, ക്യാബ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ നടന്ന് തന്നെ കയറാം. പൂൽന വലിയൊരു ടൗണൊന്നുമല്ല. ഒരു 4-5 കടകളും ഒരു ടാക്സി സ്റ്റാൻഡുകളും ഒരു ചെറിയൊരു കവല പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ആക്ച്വലി നമ്മളെ ട്രക്ക് തുടങ്ങുന്നത് തന്നെ. നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച് കയ്യിൽ കരുതാം. അതെല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്നാക്സും നട്ട്സൊക്കെ കഴിച്ച് നമുക്ക് ട്രക്ക് ചെയ്ത് തുടങ്ങാം. അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ട് കയറുന്നതായിരിക്കും നല്ലത്. കാരണം ഉയരത്തിലേക്ക് പോകും തോറും ഇവിടെ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ വിലയൊക്കെ മാറി മാറി വരും. കാരണം ഉയരത്തിലേക്ക് ഒരു കൊണ്ടുപോകുന്നതിൻ്റെ എക്സ്പെൻസ് കൂടുന്നത് കൊണ്ട് തന്നെ ചിലവ് കൂടും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണവും സാധനങ്ങളെല്ലാം മേടിച്ച് എല്ലാം പാക്ക് ചെയ്ത് കയ്യിലെടുത്തിട്ട് ഇനി നമ്മൾ പൂനെയിൽ നിന്ന് പോകുന്നത് ഗാംഗ്രിയ എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജിലേക്കാണ്. ഈ വില്ലേജിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 10 കിലോമീറ്റർ ഇതുപോലെ കല്ല് പതിച്ച നല്ല ചെറിയ ട്രാക്കിലൂടെ വേണം നടക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുതിരകളെ പോലുള്ള പോണികളൊക്കെ പോകുന്നുണ്ടാവും. നമുക്ക് ബാഗ് തൂക്കി നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഏൽപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഷെർപ്പാസ് ഉണ്ടാവും, അവരെ ഏൽപ്പിക്കാം. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പോണിപ്പുറത്ത് കയറിയിട്ട് നമുക്ക് ഗാംഗ്രിയ എന്നുള്ള വില്ലേജിലേക്ക് പോകാട്ടോ. അപ്പോൾ ട്രക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ മൊമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന് തന്നെ കയറുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ബാഗൊന്നും ഞാൻ ആർക്കും കൊടുത്തില്ല. ബാഗ് ഞങ്ങൾ തന്നെ ക്യാരി ചെയ്യായിരുന്നു. ഒരു ബാഗ് ക്യാരി ചെയ്യുന്നതിന് ഏകദേശം 500 രൂപ മുതലാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അത്യാവശ്യം ആളുകൾക്ക് തൂക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മേലെ എത്തുന്നതിന് മുന്നേ നമുക്ക് മടുപ്പ് വരാൻ ചാൻസ് കൂടുതലാണ്.
ഈ 10 കിലോമീറ്റർ നടന്ന് നമ്മൾ എത്തുന്ന ഈ ചെറിയ വില്ലേജാണ് ഗാംഗ്രിയ എന്ന് പറഞ്ഞ വില്ലേജ്. അതായത് ഈ വാലിയിൽ മനുഷ്യവാസമുള്ള ഏക ഗ്രാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാന ഗ്രാമം എന്ന് പറയുന്നത് ഈ ഗാംഗ്രിയ എന്ന് പറഞ്ഞ വില്ലേജാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെ മാസത്തെ ഈ ഗാംഗ്രിയയിൽ ആളുകൾ താമസിക്കാറുള്ളൂ. കാരണം ടൂറിസ്റ്റേഴ്സ് മാത്രമാണ് ഇവിടെ എല്ലാവരും വരുമാന മാർഗ്ഗവും ആളുകൾ ആ മാസം ഇവിടെ വന്ന് താമസിക്കാനുള്ള കാരണം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹേംകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞൊരു ഗുരുദ്വാരയുണ്ട്. ഇതിന് തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹേംകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞ സിഖ് ഗുരുദ്വാര മേലെയുള്ളതുകൊണ്ട് അവിടേക്കുള്ള സിഖ് തീർത്ഥാടകർ വരുന്നതുകൊണ്ടും ഇവിടെ ഒരു ഗുരുദ്വാര ഉള്ളതുകൊണ്ടും ആളുകളുടെ ബേസ് ക്യാമ്പായിട്ട് ഈ ഗാംഗ്രിയ വില്ലേജ് ഇങ്ങനെ ഡെവലപ്പ് വരാൻ കാരണം. മാത്രമല്ല വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുടെയും ബേസ് ക്യാമ്പ് ഇത് തന്നെയാണ്. അപ്പം ചെറിയൊരു വില്ലേജാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. റൂമിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഒരു ഗുരുദ്വാരയുണ്ട്, സിഖ് ഗുരുദ്വാര. ഇവിടെ നമുക്ക് നേരത്തെ പോയിട്ട് സ്പേസ് ഒക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കിടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഒരിക്കലും നമ്മളെ സ്പേസ് അവിടെ പെർമനൻ്റ് അല്ല. ഒരു രാത്രി നമുക്ക് കഴിച്ച് കൂട്ടാൻ ഒരു സ്പേസ് കിട്ടി എന്നിരിക്കെ പിറ്റേ ദിവസം വന്ന് അതന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേറൊരാളവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരെടുക്കും. അവരോട് നമുക്ക് തർക്കിച്ച് ഇന്നലെ ഞാൻ കിടന്നതല്ലേ എന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല. നമ്മൾ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിടക്കാം, അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറമെ ഏതെങ്കിലും റൂം അറേഞ്ച് ചെയ്ത് നോക്കണം. റൂമിന് ഏകദേശം നല്ല റേറ്റ് വരും. 1500 2000 ഒക്കെ അവർ ചോദിക്കും. നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഈ ടൂർ പാക്കേജൊക്കെ എടുത്ത് വരുന്ന ആളുകളാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്ക് ഇവിടെ പാക്കേജിൽ റൂം എടുത്ത് വെച്ചിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുന്നതും ഇതിൻ്റെ ഒട്ടുമിക്ക ആളുകളുടെയും കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ ഷെയർ ചെയ്ത് വെക്കാം. ഈ കോൺടാക്ട് നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് നോക്കി റൂം അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഇന്നിവിടെ സ്റ്റേ ചെയ്ത് ക്ഷീണമെല്ലാം മാറ്റി നാളെ രാവിലെ, അതായത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പൂന്തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഉള്ള യാത്രയാണ്. അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ എല്ലാ വിശേഷങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവായി എൻ്റെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താം.